ഇന്ന് കേരള ജനതയെ ഏറ്റവും അധികം സ്വാധീനിക്കുവാൻ കഴിയുന്ന മലയാളിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം അതിൻ്റെ ഉത്തരം വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയാണ് എന്ന് പറയുവാൻ സാധിക്കും. അത്രമാത്രം ജനസമ്മിതിയും സ്വീകാര്യതയുമാണ് പൊതുസമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അധികാരത്തിലേറി 2 മാസം പിന്നിടുമ്പോൾ വി.ഡി. സതീശൻ സർക്കാരിന് കുറവുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല, എന്നാൽ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ കഴിയുന്ന, സർക്കാരിനെ ദുർബലപ്പെടുത്തുവാൻ കഴിയുന്ന, സംശയനിഴലിൽ നിർത്തുവാൻ കഴിയുന്ന ഏതെങ്കിലും കാതലായ ഒരു ആരോപണം പോലും ഉയർത്തുവാൻ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നതും വസ്തുതയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ പിണറായി വിജയനാണ്. സ്വന്തം പാർട്ടിയിലെ അണികൾക്ക് പോലും വിശ്വാസമില്ലാത്ത, സ്വീകാര്യനല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവായി പിണറായി സഭയ്ക്കുള്ളിൽ ഇരിക്കും തോറും, കേരള രാഷ്ട്രീയത്തിൽ നിലകൊള്ളും തോറും അത് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയെ ശക്തിപ്പെടുത്തും എന്ന കാര്യത്തിലും സംശയം വേണ്ട. ഇനി ബി.ജെ.പിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ബി.ജെ.പി എന്ന പാർട്ടിയും പാർട്ടിയുടെ എം.എൽ.എ ആയിട്ടുള്ള ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറും സ്വന്തം പാർട്ടിക്കുള്ളിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രതിപക്ഷമില്ലാതെ ഏകപക്ഷീയമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ ഇപ്പോൾ മുന്നേറുന്നത്. എന്നാൽ വി.ഡി. സതീശനെതിരെ യഥാർത്ഥ പ്രതിപക്ഷമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, വി.ഡി. സതീശനെ ദുർബലപ്പെടുത്തുവാനും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുവാനും ശ്രമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കളാണ് എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. ഇവരെ വേണമെങ്കിൽ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പോലും വിശേഷിപ്പിക്കുവാൻ കഴിയും. ഇത്തരത്തിൽ വി.ഡി. സതീശനെതിരായിട്ടുള്ള, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ, വി.ഡി. സതീശനെതിരായി ഏറ്റവും ശക്തമായ നീക്കങ്ങൾ ഈ 2 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. ആ പാർട്ടിയിൽ ഇത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന 4 പ്രധാനപ്പെട്ട നേതാക്കളെയാണ് പ്രേക്ഷകർക്കായി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഈ പട്ടികയിലെ 1-ാം പേരുകാരൻ എന്ന് പറയുന്നത് മൂവാറ്റുപുഴ എം.എൽ.എ കൂടിയായിട്ടുള്ള മാത്യു കുഴൽനാടനാണ്. അദ്ദേഹം ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. മാത്യു കുഴൽനാടൻ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പിണറായി വിജയൻ്റെ രൂക്ഷ വിമർശകനായതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ ഇടം പിടിക്കണമെന്ന ആഗ്രഹം നിരവധി ആളുകൾക്കുണ്ടായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിലും UDF പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കുമിടയിലും വലിയ സ്വീകാര്യതയുള്ള ഒരു യുവ നേതാവ് തന്നെയാണ് മാത്യു കുഴൽനാടൻ. എന്നാൽ മാത്യു കുഴൽനാടൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിൽ ഇടിവ് സംഭവിച്ചത് മുഖ്യമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം KC വേണുഗോപാലിനെ പിന്തുണച്ചതോടുകൂടിയാണ്. UDFിലെ 2ാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരും KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട്, വി.ഡി. സതീശനെ വിമർശിച്ചുകൊണ്ട് ലീഗിനെ കൊട്ടിയ മാത്യു കുഴൽനാടനെതിരെ തിരിയുന്ന ഒരു ഘട്ടവും ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. ഏതൊക്കെയാണെങ്കിലും ഇപ്പോഴും വി.ഡി. സതീശൻ്റെ ഏറ്റവും കടുത്ത വിമർശകനായി പാർട്ടിക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനാണ്. പലപ്പോഴും വി.ഡി. സതീശൻ സർക്കാരിൻ്റെ സമീപനത്തോടും മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ്റെ തീരുമാനങ്ങളോടും പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടൻ രംഗത്തും എത്തിയിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ്റെ നേതൃത്വത്തിലാണ് വി.ഡി. സതീശനെതിരായിട്ടുള്ള പാർട്ടിക്കുള്ളിലെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനങ്ങളും കേരളത്തിലുണ്ട് എന്നതും വസ്തുതയാണ്. മാത്യു കുഴൽനാടൻ കഴിഞ്ഞാൽ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന 2ാമത്തെ പേര് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ വനിതാ നേതാവായിട്ടുള്ള ദീപ്തി മേരി വർഗീസിൻ്റേതാണ്. ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വി.ഡി. സതീശനോട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ച് പരസ്യ അതൃപ്തിയുമായി രംഗത്ത് വന്നിട്ടുള്ള നേതാവാണ് ദീപ്തി മേരി വർഗീസ് KPCC ജനറൽ സെക്രട്ടറി എന്ന പദവി കൂടാതെ കൊച്ചിൻ കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ കൂടിയാണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കൊച്ചിയുടെ മേയർ പദവിയിലേക്ക് ദീപ്തി മേരി വർഗീസ് എത്തിച്ചേരുമെന്ന് നിരവധി ആളുകൾ വിലയിരുത്തിയിരുന്നു. രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന കൃത്യമായ സൂചനകളും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ദീപ്തി മേരി വർഗീസിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു വനിതാ നേതാവിനെയാണ് ഈ പദവിയിലേക്ക് പാർട്ടി നിയോഗിച്ചത്. ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വി.ഡി. സതീശൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന, അത്തരത്തിൽ പ്രതികരിച്ചിട്ടുള്ള ഒരു നേതാവാണ് ദീപ്തി മേരി. പിന്നീട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസ് കൊച്ചി അസംബ്ലി സീറ്റ് ലക്ഷ്യമിട്ട് കരുനീക്കങ്ങൾ നടത്തിയിരുന്നു. കൊച്ചിയിൽ ദീപ്തി സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവരുടെ പേരിൽ പോസ്റ്ററുകൾ പോലും അച്ചടിക്കുകയും ചെയ്തിരുന്നു.
എന്നാൽ അവിടെയും ദീപ്തിയെ ഒഴിവാക്കി വി ഡി സതീശൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന എറണാകുളം DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ കൊച്ചിയുടെ MLA മുഹമ്മദ് ഷിയാസിനാണ് നറുക്കു വീണത്. ഇതിനു പിന്നിലും വി ഡി സതീശൻ്റെ കടുത്ത ഇടപെടലാണ് എന്ന് ദീപ്തി മേരി വർഗീസ് വിശ്വസിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ദീപ്തി മേരി വർഗീസ് പലപ്പോഴും വി ഡി സതീശൻ്റെ കടുത്ത വിമർശകയായി ഇപ്പോഴും നിലകൊള്ളുന്നത്. ഏറ്റവും ഒടുവിൽ KSUവിനെതിരെ വി ഡി സതീശൻ നടത്തിയ പരാമർശത്തെ കുറിച്ചും മുഖ്യമന്ത്രിക്കെതിരെ ഒളിയം പെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പോലും KSUവിലൂടെയാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നതെന്നും MLA ആയതെന്നും മുഖ്യമന്ത്രിയായതെന്നും ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളോട് പോലും പ്രതികരിച്ചിട്ടുണ്ട്. മാത്യു കുഴൽനാടനെ പോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ KC വേണുഗോപാലിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു നേതാവാണ് ദീപ്തി മേരി വർഗീസ്. KC വേണുഗോപാൽ പാളയത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമല്ല, വ്യക്തിപരമായി തൻ്റെ പല അവസരങ്ങളും വി ഡി സതീശൻ നിഷേധിച്ചു എന്ന തോന്നൽ ഉള്ളതുകൊണ്ട് കൂടിയാവാം കടുത്ത വിമർശകയായി മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലകൊള്ളുന്ന ദീപ്തി മേരി വർഗീസിൻ്റെ നിലപാടുകൾ പലപ്പോഴും രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരിപ്പിക്കാറുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട മൂന്നാമത്തെ പേര് എന്ന് പറയുന്നത് പാർട്ടി വക്താവായിട്ടുള്ള ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിൻ്റെ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന സൂപ്പർ സ്റ്റാറായിട്ടുള്ള യുവ നേതാവ് ജിൻഡോ ജോണിൻ്റേതാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ജിൻഡോ ജോൺ ഏറെക്കാലമായി വി ഡി സതീശൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു നേതാവായി വിലയിരുത്തപ്പെട്ടിരുന്ന ആളാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ജിൻഡോ ജോൺ തൻ്റെ നിലപാട് മാറ്റിയതും വി ഡി സതീശനെതിരെ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുവാൻ തുടങ്ങിയത്. വി ഡി സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം സത്യപ്രതിജ്ഞാ ദിവസം തന്നെ വിമർശനം ഉന്നയിച്ച നേതാവ് എന്ന നിലയിലും ജിൻഡോ ജോൺ ശ്രദ്ധേയനായിട്ടുണ്ട്. വി ഡി സതീശൻ സത്യപ്രതിജ്ഞാ സമയത്ത് തൻ്റെ പേര് പറഞ്ഞപ്പോൾ മേനോൻ എന്ന ജാതിവാല് ചേർത്തത് ശരിയായില്ല എന്ന നിലപാട് ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു നമ്മുടെ ജിൻഡോ ജോൺ നടത്തിയ ആദ്യ വിമർശനം. ഇതിനെതിരെ കടുത്ത നിലപാടുകളുമായി കോൺഗ്രസ് അണികൾ പോലും രംഗത്തെത്തുന്നതും നാം പിന്നീട് കണ്ടിട്ടുണ്ട്. എന്നാൽ അവിടം കൊണ്ടും അവസാനിപ്പിക്കാതെ പലപ്പോഴും കടുത്ത വിമർശനങ്ങളുമായി ഏറ്റവും ഒടുവിൽ KSUവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പോലും ജിൻഡോ ജോൺ വി ഡി സതീശനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. വി ഡി സതീശൻ്റെ ഏകാധിപത്യ ശൈലിയെ ഏറ്റവും അധികം തുറന്നടിച്ച് വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന നിലപാട് തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു നേതാവാണ് ജിൻഡോ ജോൺ. ചാനൽ ചർച്ചകളിലടക്കം KSUവിനെക്കുറിച്ച് വി ഡി സതീശൻ നടത്തിയ പരാമർശങ്ങൾ ശരിയായിട്ടില്ല എന്ന അഭിപ്രായ പ്രകടനങ്ങൾ തുറന്നു പറഞ്ഞ നേതാവ് കൂടിയാണ് ജിൻഡോ ജോൺ. ജിൻഡോ ജോണും ഇപ്പോൾ KC വേണുഗോപാൽ പക്ഷത്താണ് നിലയുറപ്പിക്കുന്നത് എന്ന് കോൺഗ്രസിലെ ആഭ്യന്തര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട്. ജിൻഡോ ജോണിനെ പോലെ ശ്രദ്ധേയനായ ഒരു യുവ നേതാവ് ഒരു കാലഘട്ടത്തിൽ വി ഡി സതീശൻ്റെ കടുത്ത അനുയായിയായിരുന്ന മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പോലും വിശേഷിക്കപ്പെട്ടിരുന്ന ഒരു യുവ നേതാവ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിലകൊള്ളുന്നത് കോൺഗ്രസ് വൃത്തങ്ങളെയും തീർച്ചയായും അമ്പരപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഈ പട്ടികയിലെ നാലാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് ജിൻഡോ ജോണിനെ പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ വി ഡി സതീശൻ്റെ കടുത്ത അനുയായിയായിരുന്ന വ്യക്തിയാണ് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അലോഷ്യസ് സേവ്യറാണ് ഈ പട്ടികയിലെ നാലാം പേരുകാരൻ. യഥാർത്ഥത്തിൽ KSUവിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് അലോഷ്യസ് സേവ്യർ എന്ന നേതാവ് കടന്നു വരുന്നത് വി ഡി സതീശൻ്റെ നോമിനിയായിട്ടാണ്. സതീശൻ്റെ കടുംപിടുത്തത്തിനൊടുവിലാണ് അലോഷ്യസിനെ പാർട്ടി സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും KSU അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് എന്നുപോലും ആ കാലഘട്ടങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തു വരാറുണ്ടായിരുന്നു. എന്നാൽ KSU അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിന് ശേഷം അലോഷ്യസ് സേവ്യർ ചുവടുമാറ്റം നടത്തി KC വേണുഗോപാൽ പാളയവുമായി അടുത്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും ഒടുവിലായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അവസരം ലഭിക്കാതെ വന്നപ്പോഴും അതിൻ്റെ പേരിലും അലോഷ്യസ് പഴിക്കുന്നത് വി ഡി സതീശനെയാണ് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അലോഷ്യസിൻ്റെ പേര് മത്സരത്തിനായി സ്ഥാനാർത്ഥിത്വത്തിനായി ഏറ്റവും അധികം പറഞ്ഞു കേട്ടത് പൂഞ്ഞാർ സീറ്റിലായിരുന്നു. എന്നാൽ വിജയസാധ്യത മാത്രം കണക്കിലെടുത്ത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണമെന്ന കടുംപിടുത്തം വി ഡി സതീശൻ മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ പൂഞ്ഞാറിൻ്റെ സിറ്റിംഗ് MLA ആയിട്ടുള്ള സെബാസ്റ്റ്യൻ MJയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ പാർട്ടി വൃത്തങ്ങൾ പോലും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് അലോഷ്യസിനെ ഒഴിവാക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ MJയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിപ്പിക്കുകയും അദ്ദേഹം കൃത്യമായ ഭൂരിപക്ഷത്തിൻ്റെ ആധികാരികമായ വിജയം നേടി നിയമസഭയിൽ എത്തുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ അലോഷ്യസ് സേവ്യറിനും വ്യക്തിപരമായി വി ഡി സതീശനോട് കടുത്ത എതിർപ്പുണ്ട് എന്നതും വസ്തുതയാണ്. KSUവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അലോഷ്യസ് സേവ്യർ വി ഡി സതീശനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. KSUവുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റിക്കെതിരെ വി ഡി സതീശൻ ഗവൺമെൻറ് ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് മുൻപേ തന്നെ അലോഷ്യസ് കടുത്ത വിമർശനങ്ങളുമായി സർക്കാരിനെതിരെ തിരിഞ്ഞിരുന്നു.
പലപ്പോഴും സമരം നടത്തുവാൻ വേണ്ടി ഇങ്ങോട്ട് ഫോൺ വിളിച്ചവർ അധികാരം കിട്ടിയപ്പോൾ ഫോണേ എടുക്കുന്നില്ല എന്ന വിമർശനം അലോഷ്യസ് സേവ്യർ ഉയർത്തിവിട്ടത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് എന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നതേ ഉള്ളൂ. അതിന് തൊട്ടു പിന്നാലെയാണ് KSU ലോ കോളേജ് യൂണിറ്റിനെ സംബന്ധിച്ച് വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണമുണ്ടായത്. ഇതിനെതിരെ പ്രതിഷേധമറിയിക്കുവാൻ മുഖ്യമന്ത്രിയെ കാണുവാൻ സമയം ചോദിച്ച അലോഷ്യസ് സേവ്യറിന് ആ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചിട്ടില്ല എന്നതും ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഏതൊക്കെയാണെങ്കിലും അലോഷ്യസ് സേവ്യറും ഈ പറയുന്ന നേതാക്കൾക്കൊപ്പം കടുത്ത വി ഡി സതീശൻ വിമർശകനായി പാർട്ടിക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നതും വസ്തുതയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ 4 നേതാക്കളെക്കുറിച്ചും കോമണായി പറയുവാൻ കഴിയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവരെല്ലാവരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നതാണ്. KC വേണുഗോപാലിന് മുഖ്യമന്ത്രി പദവിയിൽ അവസരം നിഷേധിച്ചതിനെ ചൊല്ലി വി ഡി സതീശനോട് ഈ നേതാക്കൾക്ക് നീരസമുണ്ട്. എന്നിരുന്നാൽ പോലും കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റേതൊരു പാർട്ടിയേക്കാളും ഉള്ളതിനാൽ തന്നെ ഇവർക്കെതിരെയൊന്നും ഒരു നടപടിയും ഉണ്ടാകുവാനും സാധ്യതയില്ല. നാളുകളിലും ഈ വിമർശനം തുടർന്നു പോകുവാനുമുള്ള സാധ്യതയുണ്ട്. അത് സർക്കാരിൻ്റെ പ്രതിച്ഛായയോ വി ഡി സതീശൻ്റെ പ്രതിച്ഛായയോ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ ഘട്ടത്തിൽ അതിന് യാതൊരു സാധ്യതയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള വിലയിരുത്തലാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ നിന്ന് അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ കരുത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി മുൻപോട്ട് പോകുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.